നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. നമ്മുടെ മെഷീനുമായി ബന്ധപ്പെട്ട് വന്നൊരു കംപ്ലയിൻറ്റ്, മെഷീൻ്റെ ടൂള് ഊരുന്നതിൽ റിലീസ് ആവാത്തൊരു ഇഷ്യൂ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേയധികം അത് നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അത് റീൽസ് ആയിട്ടാണ് ഇട്ടത്. അപ്പോൾ അതിൽ കുറേയധികം സജഷൻസും കാര്യങ്ങളും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മേജർ ഇഷ്യൂ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ആർക്കും അത് ഡെലിവറി ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മളുടെ മെഷീനിലെ കംപ്ലയിൻറ്റ് നമ്മളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അത് പരിഹരിക്കാനൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളുടെ സ്പിൻഡിൽ ഹെഡിനകത്ത് വരുന്ന, അതായത് നമ്മൾ ടൂൾ ഇജക്റ്റ് ചെയ്യുന്ന സിലിണ്ടറിൽ വരുന്ന ഇഷ്യൂ ആണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു പ്രോപ്പർ സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. അപ്പം നിലവിൽ അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മുടെ സിലിണ്ടർ എന്ന് പറയുന്നത് നമ്മൾ ന്യൂമാറ്റിക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഒരു ഹൈഡ്രോളിക്കിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മളുടെ ഈ സിലിണ്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സിലിണ്ടറിൽ വരുന്ന ആ പ്രഷർ, കൃത്യമായ പ്രഷർ, അത് ചിലപ്പോൾ ന്യൂമാറ്റിക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കാം, അതല്ലെങ്കിൽ ഹൈഡ്രോളിക്കുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ഇഷ്യൂ ആവാം. അപ്പോൾ ഈ രണ്ട് ഇഷ്യൂകളും കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തതിൻ്റെ പുറത്ത് നമുക്ക് മനസ്സിലായത്, എയർ പ്രഷർ കൃത്യമായി നമുക്ക് കിട്ടുന്നുണ്ട് മെഷീനിലേക്ക്. പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ ഹൈഡ്രോളിക്കിൽ വന്നിരിക്കുന്ന ഒരു പ്രഷർ വേരിയേഷനാണ് നമുക്ക് ഈ ഒരു ടൂളിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രഷർ വരാത്തതിനാലാണ് ടൂൾ നമുക്ക് റിലീസ് ചെയ്ത് കിട്ടാതെ പോയത്. അപ്പോൾ ആ സിലിണ്ടർ അഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നേരെ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് മെഷീൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നിലവിലെ മെഷീൻ്റെ സ്പിൻഡിൽ ഹെഡ് നമ്മളിവിടുന്ന് അതിൻ്റെ ആ കവർ അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്കിതിങ്ങനെ എപ്പോഴും ഇങ്ങനെ അഴിച്ച് കാണാനുള്ളൊരു സാഹചര്യമൊന്നും നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ ഇവിടുന്ന് പഠിച്ചുപോയ കുട്ടികൾക്കും അതുപോലെ ഇനി പഠിക്കാൻ വരുന്നവർക്കും അല്ലെങ്കിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ഒരു അറിവായിക്കോളും എന്ന് വിചാരിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്കതിൻ്റെ മേളിലൊന്ന് കയറിയിട്ട് ജസ്റ്റ് അതിൻ്റെ ആ പാർട്സുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. എനിക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പം പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മളുടെ മെഷീൻ്റെ സ്പിൻഡിലിൻ്റെ കവർ ഊരിയതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ നമുക്കിവിടെ ഒരു മോട്ടർ കാണാം. 2 മോട്ടറാണ് നമുക്കിവിടെ ഉള്ളത്. അതിൽ ആദ്യത്തെ മോട്ടർ എന്ന് പറയുന്നത് ആക്സിസിൻ്റെ മോട്ടറാണ്, ഇസഡ് ആക്സിസ് മോട്ടറും. രണ്ടാമത് കാണുന്ന ഇത് സ്പിൻഡിൽ മോട്ടറുമാണ്. ഇത് ഇച്ചിരി ഹെവിയാണ്, സൈസ് കൊണ്ട് മറ്റതിനെ കഴിഞ്ഞും നല്ലൊരു ചേഞ്ച് ഇതിൽ കാണാം നിങ്ങൾക്ക്. ദെൻ അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ സിലിണ്ടർ ഉണ്ട്. ഈ സിലിണ്ടറാണ് നമുക്ക് ന്യൂമാറ്റിക് പ്രഷർ ബൂസ്റ്റ് ചെയ്യുന്ന സിലിണ്ടർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കത് കാണാൻ പറ്റും കേട്ടോ, ബൂസ്റ്റിംഗ് സിലിണ്ടർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ സിലിണ്ടറിൽ കിട്ടുന്ന എയർ പ്രഷർ കൃത്യമായി നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കാനായിട്ട് സാധിക്കാതെ വരുമ്പോഴാണ് നമുക്ക് ടൂൾ ഊരി കിട്ടാതെ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ സിലിണ്ടർ ഒന്ന് ഊരി നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ ഉൾഭാഗത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ സിലിണ്ടർ. നമ്മളിപ്പോൾ സിലിണ്ടർ അഴിച്ച് പുറത്ത് വെച്ച് സിലിണ്ടറിൽ നിന്ന് ഓയിൽ വീഴുന്നുണ്ടോ. ഈ സിലിണ്ടറിൽ നിന്ന് നമ്മൾ നിലവിൽ കൊടുക്കുന്നത് ഇതാണ്, ഓയിൽ ഫില്ല് ചെയ്യുന്നത്. ഇതിനകത്തുനിന്നുള്ള ഓയിൽ ലീക്ക് ചെയ്ത് ഇതിനകത്തുനിന്ന് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് ലീക്കാവുന്നത്. ഇത് ഇത്രയും ഓയിലൂടെ വീണ് കണ്ടോ, ഈ ഒരു ഏരിയ നിന്നാണ്. അപ്പോൾ ഇത് നമുക്ക് മുഴുവൻ അത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് വേണം ഇതിനകത്ത് സെറ്റ് ചെയ്യണം. ഇതിനകത്ത് ഓയിൽ സീൽ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഈ സിലിണ്ടറിൻ്റെ 2 വശങ്ങളിലുമായിട്ട് 2 പ്ലേറ്റുകളുണ്ട്. റിയർ എൻഡ് പ്ലേറ്റും റോഡ് എൻഡ് പ്ലേറ്റ് എന്ന് പറയും. റോഡ് എൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്ത് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ടോപ്പ് സൈഡിൽ വരുന്നതാണ് റിയർ എൻഡ് ക്യാപ്പ്. അപ്പോൾ ഈ 2 ക്യാപ്പുകൾ നമുക്ക് റിമൂവ് ചെയ്യണം. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത്, ഇത് അഴിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായി തന്നെ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലേസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഓയിൽ ലീക്കേജോ എയർ ലീക്കോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യില്ല. അപ്പോൾ അത് പിന്നീട് വേറെ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇത് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമ്മൾ തിരിച്ച് റിട്ടേൺ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഈ ഒരു റിയർ എൻഡ് പ്ലേറ്റ് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പിസ്റ്റൺ, റോഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് കെയർഫുള്ളായിട്ട് ഊരിയെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ പിസ്റ്റണാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൻ്റെ സെൻറ്ററിൽ വരുന്നത് അതിൻ്റെ പിസ്റ്റൺ റോഡ് പോകുന്നൊരു ഏരിയയാണ്. ഇവിടെയാണ് എയർ വന്ന് ഹോൾഡായിട്ട്, അതായത് എയർ ചേമ്പർ എന്ന് പറയുന്ന ഏരിയ ഈ വരുന്നതാണ്. ഇത് താഴേക്ക് തള്ളി ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നമുക്ക് എയർ കംപ്രസ് ചെയ്ത് ഇതിനെ അകത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു പിസ്റ്റൺ റോഡ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. പിസ്റ്റൺ നിങ്ങൾ കാണുന്നു, അതിൻ്റെ നടുക്കൂടെ പോകുന്ന ആ റോഡാണ് പിസ്റ്റൺ റോഡ് വരുന്നത്. ഇതിലേക്കാണ് നമുക്ക് ഈ എയർ പ്രഷറിൽ നിന്നുള്ള പ്രഷർ ഇഞ്ചെക്റ്റ് ചെയ്ത് വരുന്നത്.
ദെൻ നമുക്കിവിടെ റോഡിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മൾ ആ പ്ലേറ്റ് റിമൂവ് ചെയ്താണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി നിങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗത്താണ് നമുക്ക് വരുന്ന ഇതിൻ്റെ സ്പ്രിങ്ങും അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച് ഫില്ല് ചെയ്യുന്ന ഓയിലും ന്യൂമാറ്റിക് കൂടാതെ ഹൈഡ്രോളിക് ഓയിൽ ഫില്ല് ചെയ്യുന്ന ഏരിയയും നിങ്ങൾ ഈ കാണുന്ന സെൻട്രൽ പോർഷനിലാണ് വരുന്നത് ഓയിൽ വരുന്നത്. അതിന് താഴെ വരുന്ന ഇവിടെ ഒരു ചെറിയൊരു പ്ലേറ്റ് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ പ്ലേറ്റ് ആണ് നമ്മളുടെ സ്പ്രിങ്ങിൻ്റെ ടെൻഷനിലൂടെ എന്താ പറയുക കംപ്രസ് ആവുകയും അതുപോലെ റിലീസ് ആവുകയും ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സ്പ്രിംഗ് ഉണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ഇത് നിങ്ങൾക്ക് ഒരുമ കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഈ കാണുന്ന റിയർ എൻഡ് റോഡിലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇടി വന്നിട്ട് നമ്മളുടെ ടൂള് അൺക്ലാമ്പ് ആവാൻ വേണ്ടിയിട്ട് താഴേക്കുള്ള നട്ടിലേക്ക് ഇത് കണക്റ്റ് ആവുന്ന ഒരു നട്ടുണ്ട്, അതിലേക്ക് പോയിട്ട് പ്രസ് ആവുന്നത്. സോ ഇത് നമ്മൾ ഊരി കഴിയുമ്പോൾ കാണാൻ പറ്റും സ്പ്രിങ്. ഈ സ്പ്രിങ് ആണ് ഇതിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ഹൈ ടെൻഷനാണ്, കാരണം നമ്മൾ കൈക്കൊന്നും വെറുതെ പ്രസ് ചെയ്താലൊന്നും അത് നമുക്ക് പ്രസ്സായി കിട്ടില്ല. അത്രത്തോളം ടെൻഷനിലുള്ളൊരു സംഭവമാണ്. അതെന്തിനാണെന്നുള്ളത് ഞാൻ പറയാം. ഇനിയിപ്പോൾ നമ്മളിവിടെ ഊരാൻ പോകുന്ന ഈ ഒരു സംഭവമാണ് ഹൈഡ്രോളിക്കിൻ്റെ ഒരു എൻഡ് വശമാണ്. അതായത് ഇപ്പോൾ ഈ കാണുന്ന പിസ്റ്റൺ ഉണ്ടല്ലോ, അതിൻ്റെ താഴ്ഭാഗത്താണ് ഓയിൽ ഹോൾഡ് ആകുന്നത്. അതൊരു ബോറാണ്, ഇൻസൈഡ് ഡയമീറ്ററൊക്കെ ഉള്ളൊരു ബോറാണ്. ഇത് ഊരി കഴിയുമ്പോൾ കാണാൻ പറ്റും ഓയിൽ ഔട്ട് വരുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇത് പെട്ടെന്ന് അങ്ങനെ ഊരിയെടുക്കാൻ പറ്റില്ല. ഇത് ഓയിൽ സീലുമായിട്ട് കണക്റ്റായി കിടക്കുകയാണ്. കാരണം ആ സീല് നല്ലതാണെങ്കിൽ ഓയിൽ പുറത്തോട്ട് വരാതെ നമുക്ക് ഈ ഒരു ഏരിയ വഴിയാണ്, ഇപ്പോൾ ഈ സ്ക്രൂ ഡ്രൈവർ നിൽക്കുന്ന ഏരിയ വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഓയിൽ പുറത്തേക്ക് വരുന്നത്. കാരണം അതിൻ്റെ ആ സീല് കറക്റ്റ് അല്ലാത്തത് കൊണ്ട്. കണ്ടോ, ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓയിലായിരുന്നു. നിങ്ങളിപ്പോൾ ഈ കാണുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പീസിനുള്ളിലാണ് ബോർ വരുന്നത്. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബോറുണ്ട്, അതിനകത്താണ് ഈ ഓയിൽ ഫില്ലാവുന്നതും. ഇപ്പോൾ ഈ കാണുന്ന ഇതിനകത്തൊരു വാഷറുണ്ട്, ആ വാഷറൊക്കെ പൊട്ടിപ്പോയി. ആ വാഷർ പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണം ഇതുപോലെ തന്നെ ഓയിൽ ലീക്കേജ് വരും. ഇപ്പോൾ നമുക്ക് നിലവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പിസ്റ്റൺ കണ്ട, ഈ ഒരു റോഡിൻ്റെ ഉള്ളിൽ ബാക്ക് സൈഡ് എൻഡിൽ ഹോളാണ്. അതിന് കാണിക്കാൻ പറ്റിയില്ല. അപ്പം ഇതിലേക്ക് ഇപ്പോൾ ഇവിടെ കണ്ട ഓറിങ് പോലെ കിടപ്പുണ്ട്, ഓറിങ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ഡയമീറ്ററിൽ, അതായത് നിങ്ങൾ സെൻട്രലിൽ കാണുന്ന ആ ഡയമീറ്റർ ഉണ്ടല്ലോ, ആ ഡയമീറ്റർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിസ്റ്റൺ റോഡ് കയറി വരുന്നതാണ്. അതും ഈ പറഞ്ഞ പോലെ ഓയിൽ സീലാണ് വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ഇച്ചിരി കയറി വരുന്ന നീല കാണുന്നിടത്ത് ഓയിൽ സീലാണ് വരുന്നത്. ആ സീല് ഡാമേജ് ആയതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് അഴിച്ചു കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിലിണ്ടറൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളോടെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം കുറച്ച് ഓയിലിൻ്റെ പമ്പുണ്ട്. ഇത് ആക്സസുകളിലേക്ക് കൊടുക്കുന്ന ഓയിൽ പമ്പിൻ്റെ ഓസാണിത്. ദെൻ പിന്നെ നമുക്കിവിടെ ഉള്ളത് ഇവിടെ PU പൈപ്പുകളുണ്ട്. ഇതിലൂടെയാണ് നമ്മളുടെ എയർ കറക്റ്റായിട്ട് സിലിണ്ടറിലേക്ക് എത്തുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ബെൽറ്റ് ഉണ്ട്. കാരണം ഇത് ബെൽറ്റാണ്. ഇത് നമ്മളുടെ സ്പിൻഡിലിൻ്റെ മോട്ടറിൽ നിന്നും, സ്പിൻഡിൽ മോട്ടറിൽ നിന്ന് നേരെ ഈ പുള്ളിയിലേക്കാണ് വന്നിട്ട് ഈ ബെൽറ്റ് വീഴുന്നത്. പിന്നെ ഉണ്ടായ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ലീക്കേജ് സംഭവിച്ചപ്പോൾ ഇതിലേക്കെല്ലാം ഓയിൽ വന്ന് വീണിട്ട് സ്പിൻഡിലിൻ്റെ റൊട്ടേഷൻ പ്രോപ്പർ അല്ലായിരുന്നു. അപ്പോൾ അതും ഈ ഡാമേജ് ഉണ്ടാക്കാനുള്ള കാരണമാണ്. ബെൽറ്റ് ഡാമേജ് ആയി പോകും. ഇപ്പോൾ നമ്മളിവിടെ ബെൽറ്റ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ കാണാം നിങ്ങൾക്ക്, പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് 2 സ്റ്റോപ്പറുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന എയർ എത്രത്തോളം ഡിസ്റ്റൻസിലേക്ക് ഈ പിസ്റ്റണേയും താത്തി എത്തണം എന്നുള്ളത് നമ്മളിവിടെ ഈ ഒരു 2 സ്റ്റോപ്പറുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻസിങ്ങിനനുസരിച്ചിട്ടാണ് അതിൻ്റെ മാക്സിമം മിനിമം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു എന്താ പറയുക, ഈ സിലിണ്ടറിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമുക്കിവിടെ മുകളിൽ നിന്നും താഴേക്കുള്ള എയറിനെ താഴേക്ക് തള്ളി കൊടുക്കുക എന്നുള്ളൊരു ഫംഗ്ഷൻ മാത്രമാണ്. ഇതിനെ തിരിച്ച് റിട്ടേൺ കൊണ്ടുവരുന്നത് ഇതിൽ വേറെ കൊടുത്തിരിക്കുന്ന സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ മുഖാന്തരം. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതിനകത്തൊരു സ്പ്രിങ് ഉണ്ട്, അത് നല്ല ഹാർഡാണ് സാധനം. നമ്മൾ കൈ കൊണ്ടൊന്നും ഞെക്കിയാലൊന്നും ഞെങ്ങില്ല എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയും ഫോഴ്സിൽ വരുന്ന സംഭവത്തിന് ഈ സ്പ്രിങ്ങിന് തിരിച്ച് റിട്ടേൺ പോകേണ്ടതുള്ളത് കൊണ്ട് തിരിച്ച് തന്നെത്താനെ, അതായത് നമ്മൾ ഈ സ്വിച്ചിൽ നിന്നും പ്രസ് ക്ലാമ്പ് ആൻഡ് ക്ലാമ്പ് സ്വിച്ചിൽ നിന്നും കൈ എടുക്കുന്ന സമയത്ത് ഈ സ്പ്രിങ് പുറകോട്ട് അതിനുള്ള പോകാനുള്ള ടെൻഷൻ കൊടുത്തുകൊണ്ട് എയറിനെ ഔട്ടാക്കും. അതായത് ഇതിനകത്ത് വന്നിരിക്കുന്ന എയറിനെ പുറത്തേക്ക് ഒരു എന്നുള്ള സൗണ്ടോട് കൂടെ പുറത്തേക്ക് തള്ളി നമ്മൾ പഴയ പൊസിഷനിലേക്ക് വരും. ആ സമയത്ത് സ്പിൻഡിൽ ക്ലാമ്പ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നിലവിലുള്ളത്. ഇത് നമ്മളുടെ പുഷ് ബട്ടനാണ്. ഇത് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടൂള് ക്ലാമ്പ് ആൻഡ് അൺക്ലാമ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ലീക്കേജ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് മാറിയിട്ടുണ്ട്. വലിയ ലീക്കുകളോ കാര്യങ്ങളൊന്നും ഇവിടെ ഇപ്പം ഇല്ല. പിന്നെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ആക്സസുകളിലേക്കുള്ള ഓയില് കറക്റ്റായിട്ടല്ല ഇതിലേക്ക് വന്നുകൊണ്ടിരുന്നത്. നമ്മളിത് അഴിച്ചിട്ട് ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത്
ഒരെണ്ണത്തിലൂടെ ഈ ഫെറൂളിലൂടെ ഉണ്ടല്ലോ നമുക്ക് ഓയിൽ ആവശ്യത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ പമ്പിങ് നടക്കണമായിട്ട് കണ്ടു. അപ്പോൾ അതും നമ്മളൊന്ന് മാറ്റുകയാണ്. അപ്പോൾ അത് ഓയിൽ ഒരുപാട് വരാൻ പാടില്ല, ഒരു നിശ്ചിത എമൗണ്ടിലേ വരാവുള്ളൂ. അപ്പോൾ അതിനകത്തുള്ള ഇഷ്യൂ കാരണമാണ്. അപ്പോൾ ഈ എല്ലാ ഈ പറഞ്ഞ കണക്ടറുകളും നമ്മൾ ഇവിടുന്ന് ഓയിലിൻ്റെ കണക്ടറുകൾ മെഷീനിലെല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പം താങ്ക് യു സോ മച്ച്.